Kalki 2898 AD. Directed by Nagashwi. A big hats off to him. That ആളുടെ വിഷൻ ആൻഡ് കോൺസെപ്റ്റ് ഒരു രക്ഷയില്ലായിരുന്നു. ആൻഡ് കൽക്കി ഒരു സയന്റിഫിക് ഫിക്ഷൻ മിത്തോളജിക്കൽ എന്റർടൈൻമെന്റ് ആണ്. നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും ചിലവേറിയ ഒരു മൂവി തന്നെയാണ്. ഒരു 600 to 650 crore ആണ് ഈ മൂവിന്റെ മൊത്ത ചെലവെന്ന് പറയുന്നത്. ആൻഡ് ഒരു ഹോളിവുഡ് മൂവിയൊക്കെ കാണുന്ന ഒരു ഗംഭീരത്തിൽ തന്നെ ഇത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഡ്യൂൺ കാണുന്ന പോലെ നമ്മുടെ അവഞ്ചേഴ്സ് വാർക്ക് ഓർമ്മ വരുന്ന രീതിയിൽ തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ വേർഷൻ ഓഫ് ഒരു ഡ്യൂണോ അല്ലെങ്കിൽ ഒരു വക്കാൻഡ ഫോറെവർ ഒക്കെ കാണുന്നൊരു എന്താ പറയുക ഒരു രീതി ഉണ്ടായിരുന്നു എനിക്കത്. ആൻഡ് നാഗശ്വിന്റെ വിഷൻ ഒരു ഗംഭീരം തന്നെയാണ്. ആളുടെ കോൺസെപ്റ്റ് ഒക്കെ ഗംഭീരമായിട്ട് തന്നെ അയാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ മെയിൻ ലീഡായിട്ട് വരുന്ന പ്രഭാസാണ്. ആൻഡ് ഈ മൂവിയിൽ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പ്രഭാസിനെയാണ്. കുറെ നാളായിട്ട് ആൾക്കൊരു സ്ക്രീൻ പ്രസൻസിൽ വരുന്ന നെഗറ്റിവിറ്റി ഉണ്ടല്ലോ, അത് ഈ മൂവിനെ തന്നെ കാണാനുണ്ടായിരുന്നു. ആൻഡ് ഈ വിഷ്വൽസും കോൺസെപ്റ്റും കൊണ്ട് ഈ മൂവി ഗംഭീരമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പലയിടത്തും ഇതിനൊരു അപ്പ് ആൻഡ് ഡൗൺ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഒരുപാട് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത് പലയിടത്തും പ്രഭാസിന്റെ സ്ക്രീൻ പ്രസൻസ് വരുമ്പോഴാണ് പറയേണ്ട ഒരു കാര്യമായിരുന്നു. കാരണം പലയിടത്തും എനിക്കത് ഫീൽ ചെയ്തത്. ആൻഡ് ഈ പടത്തിൽ ഒരു ഗൂസ്ബം എലമെന്റ് ഉണ്ടെങ്കിൽ അത് അമിതാഭ് ബച്ചൻ തന്നെയാണ്, വേറെ ആരുമല്ല. ആളുടെ ക്യാരക്ടർ അശ്വത്ഥാമാവൻ എന്നുള്ള ക്യാരക്ടറാണ് ചെയ്തത്. അത് ആളെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ മൂവിയിൽ. എനിക്ക് ആള് വന്നു കഴിഞ്ഞാലുള്ള ആ ഒരു ത്രോഡ് സീൻസിലും ലൈക്ക് ആളുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് തന്നെ ഗംഭീരമായിരുന്നു. ആൻഡ് ഇതിൽ ഒരുപാട് ക്യാമിയോ റോളുകൾ വന്നു പോയിട്ടുണ്ട്. ആരുടെയും പേരൊന്നും ഞാൻ പറയണില്ല, കാരണം അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ടാൽ മതി. ബട്ട് ഒരു പ്രമുഖ നടൻ ഇതിലൊരു റോള് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് ആള് തന്നെ ചെയ്യേണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, കാരണം ആളുടെ സ്റ്റാർഡം അനുസരിച്ച് അത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. എന്താ പറയാ, ഒരു സപ്പോർട്ടിങ് ആക്ടറിനെ വെച്ച് ചെയ്യേണ്ട കാര്യമുള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മേ ബി ഈ പടം OTT-യിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആൾ എയറിൽ പോകാനുള്ള എല്ലാ തരം അത് ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സർപ്രൈസിംഗ് ആയിട്ട് തോന്നുന്നത് നമ്മുടെ അന്നാബൻ ചെയ്ത ക്യാരക്ടറാണ്. ആളുടെ പോസ്റ്റൊക്കെ ഇറങ്ങിയ സമയത്തും ആൻഡ് ഓക്കെ ആളുടെ സിനിമ ഒരു ഞാൻ അത്ര നല്ല അഭിനയമൊന്നും പ്രതീക്ഷിച്ചില്ല. ബട്ട് മൂവിയിൽ ഇത്രയും വലിയൊരു മൂവിയിൽ ആള് വന്നപ്പോൾ ഗംഭീരമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞി ക്യാരക്ടറിൽ വന്നിട്ട് കുറച്ച് നേരം സ്ക്രീൻ പ്രസൻസ് ഉള്ളെങ്കിലും അത് ഗംഭീരമായിട്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാരക്ടറാണ് ആൾ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ശോഭനയുടെ ക്യാരക്ടർ, ആളെ അറിയാലോ, ആളൊരു ക്യാരക്ടർ ഇട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഗംഭീരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, തകർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദീപിക പദുക്കോൺ ആസ് യൂഷ്വൽ ആളുടെ ഒരു നല്ല ക്യാരക്ടറാണ് ത്രൂ ഔട്ട് ദ മൂവിയിലുണ്ട്. ബട്ട് ചിലയിടത്തൊക്കെ എനിക്ക് ആളുടെ ക്യാരക്ടറിന്റെ ടൈമിൽ എനിക്കൊരു ചെറിയ ലാഗൊക്കെ ഫീൽ ചെയ്തു. അല്ലാതെ കൊള്ളായിരുന്നു. മ്യൂസിക് ബേസ് ആണ് സന്തോഷ് നാരായണൻ. ഇതിൽ മ്യൂസിക് ഒക്കെ നല്ല കിടിലായിരുന്നു. ബട്ട് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ് ഇതിൽ കുറച്ചുകൂടെ ഒരു മ്യൂസിക് എലമെന്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനേക്കാളും. ആൻഡ് ചിലയിടത്ത് ഒരു നറേഷനൊക്കെ വരുന്നിടത്ത് വന്ന മ്യൂസിക് ഒക്കെ ഗംഭീരമായിട്ട് തന്നെ അതിന്റെ ഫ്ലോയിൽ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി കുറച്ചുകൂടെ നല്ല രീതിയിൽ ഒരു മ്യൂസിക് ഇതിനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഫ്യൂച്ചറിക് ഫിക്ഷണൽ വേൾഡില് നമ്മുടെ മഹാഭാരതത്തിന്റെ കുറച്ച് ക്യാരക്ടേഴ്സിനെയും ആ സ്റ്റോറിയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നാഗശ്വിൻ ഈ മൂവിനെ ചെയ്തിരിക്കുന്നത്. ആൻഡ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 50 minutes ഒക്കെ നമ്മൾ അതിൽ ലയിച്ചിരുന്ന് കാണാന്ന് പറഞ്ഞില്ലേ, അമ്മതായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ വരുമ്പോൾ കുറച്ച് എന്താ പറയുക അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് നമ്മുടെ പ്രഭാസ് വന്നതിന് ശേഷം ആളുടെ സ്ക്രീൻ പ്രസൻസ് വരുമ്പോൾ എനിക്ക് ഭയങ്കര ലാഗായിട്ടും ഭയങ്കര ഡൗൺ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് തോന്നി ഈ മൂവിന്റെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് തോന്നിയത്. മൊത്തത്തിൽ ഈ മൂവിയിൽ ഒരു ലാക്ക് ഓഫ് ഹൈ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. കാരണം ഇതൊരു ക്യാരക്ടർ ബിൽഡിംഗ് നറേഷൻ പോലെ തോന്നുന്ന ഒരു ഫസ്റ്റ് പാർട്ട് തന്നെയാണ്. എല്ലാ ക്യാരക്ടേഴ്സിനെയും നറേറ്റ് ചെയ്ത് പോണതാണ്. എന്നിട്ടും അതിൽ കുറച്ച് എന്താ പറയുക ഒരു ഗൂസ്ബം സീൻ തോന്നിയത് എനിക്ക് പ്രഭാസിന്റെയും അമിതാഭ് ബച്ചന്റെ ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു. നമ്മുടെ ട്രെയിലറിൽ കാണുന്ന സീക്വൻസ് ഒക്കെ പോലെ തന്നെ അത് ഗംഭീരമായിരുന്നു. എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അമിതാഭ് ബച്ചന്റെ ആ ഒരു ഇതാണ്. എന്താ പറയാ, നമുക്ക് ഗൂസ്ബംസ് വരാന്നറിയില്ലേ, ആളുടെ സ്ക്രീൻ പ്രസൻസിൽ തന്നെ അത് കിട്ടുന്നുണ്ടായിരുന്നു. ഗംഭീരമായിരുന്നു. പിന്നെ ഇതിൽ ക്യൂട്ടായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ബുജിയുടെ വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത് കീർത്തി സുരേഷാണ് തെലുങ്കിലും തമിഴിലും കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതിനെ ആ ഒരു എന്താ പറയുക ക്യാരക്ടറിനെ നമുക്ക് അതിൽ കാണാൻ സാധിച്ചോളൂ എനിക്ക് തോന്നി. ഗംഭീരമായിട്ട് അതിന്റെ വോയിസ് മോഡുലേഷൻ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ബുജിയുടെയും പ്രഭാസിന്റെയും ഒരു എന്താ പറയുക സിങ്ക് ആയിട്ടുള്ള ഇതില്ലേ, അത് ഗംഭീരമായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് കീർത്തി സുരേഷിന്റെ വോയിസ് ഒരു രക്ഷയില്ലായിരുന്നു. ഓവറോൾ പറയുവാണെങ്കിൽ നീറ്റ് വൺ ടൈം വാച്ചബിൾ തന്നെയാണ് കൽക്കി. ഫസ്റ്റ് ഹാഫിലെ കുറച്ച് ഫ്ലാറ്റ് മൊമെന്റ്സും ആൻഡ് ഇത് ലോങ് റൺ ടൈമാണ്, ഒരു 3 hours ഉണ്ട്. അതും മാറ്റി നിർത്തി ഒരു നീറ്റ് വാച്ചബിൾ തന്നെയാണ്. ബട്ട് ബെറ്റർ ആയിട്ട് ഒരു വേൾഡ് ക്ലാസ് ആയിട്ട് എടുക്കാമായിരുന്നു. എന്നിരുന്നാലും ഒരു വിഷ്വൽ ട്രീറ്റിന് വേണ്ടിയിട്ട് നമുക്ക് തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു കിടിലം മൂവി തന്നെയാണ്.